അനിൽകുമാർ. ശ്രീ അനിൽകുമാർ, എത്രത്തോളം ആധികാരികതയോടുകൂടി ഈ പറയുന്ന വിഷയത്തെ ഹൈക്കോടതിയുടെ മേൽ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് മുൻപാകെ കൊണ്ടുവരാൻ താങ്കൾ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ സർക്കാരിനോട്, മുഖ്യമന്ത്രിയോടക്കം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. ഇതെങ്ങനെ ഈ ഡേറ്റാസ് കിട്ടിയെന്നുള്ളതാണ്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ നമ്മൾ അറിയാതെ തന്നെ കൈമാറുക എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനെതിരെയുള്ള ഒരു ശക്തമായ ഒരു പ്രതികരണം തന്നെയാണ് കോടതിയിലേക്ക് പോകേണ്ടി വന്നത്. കാരണം സ്പാർക്കുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് നമ്മുടെ ഡേറ്റാസ് മുഴുവനും സൂക്ഷിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് നമ്മുടെ അറിയാതെ തന്നെ കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട സാഹചര്യം വന്നു എന്നുള്ളതാണ്. അവിടെ ഈ സ്പാർക്കിലെ വിവരങ്ങൾ നേരത്തെയും ഉപയോഗിച്ചിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വന്നത്. കാരണം ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഈ പ്രത്യേകമായിട്ടുള്ള സംവിധാനം നമുക്കറിയാം, സർവീസ്, പേറോൾ, അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസ്, ഈ റെപ്പോസിറ്ററി സിസ്റ്റമാണ് ഇതിന്റെ സ്പാർക്കിന്റെ. അപ്പോൾ ഈ സ്പാർക്കുമായിട്ടുള്ള ഡേറ്റാസ് നേരത്തെയും ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ ചോദ്യമാണ്. അപ്പോൾ അതൊന്നും നിലനിന്നില്ല എന്നുള്ളതാണോ? അതെ, തീർച്ചയായും സർവീസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ് സ്പാർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഒരു മെസ്സേജ് വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. കാരണം ഇവിടെ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇടിയെ സഹിതം എഴുതി പോകുന്നത്, PRUവിൽ നിന്ന് എഴുതി പോകുന്നത്. ഇത് പൂർണ്ണ സമയത്ത് തന്നെ ഞങ്ങൾ അസിസ്റ്റന്റുമാർ ഇത് കൈകാര്യം ചെയ്യുന്നു. നമുക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. ഈ ഡി അനുവദിക്കുന്നത് ജിയോ പ്രകാരമാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നമ്മുടെ വേറൊരു സന്ദേശത്തിൽ അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല, ഇത് വേറൊരു PR ഏജൻസി ചെയ്തതാണെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായും പറയുന്നത് ഇത്. അനിൽകുമാർ, അങ്ങനെ എന്ത് വിവരമാണ് നിങ്ങൾക്ക് കിട്ടിയത്? കാരണം ഇക്കാര്യത്തിൽ ഈ നമ്മുടെ DPDP ആക്ട് ഉണ്ട്, 2023 ഈ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ, അതിന്റെ വയലേഷൻ എന്നുള്ളതാണ്. പക്ഷേ ഈ ആക്ട് പ്രാബല്യത്തിലായിട്ടില്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ രസകരമായി പലരും ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റാ ശേഖരണത്തിന് ഇവര് ആശ്രയിച്ചത് ഏത് കേന്ദ്രത്തെയാണ്? അതിലൊരു മറ്റെന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സംശയമുണ്ടോ താങ്കൾക്ക്? തീർച്ചയായും. കാരണം IT മിഷനാണ്. IT മിഷൻ 2003 അന്ന് ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ നടത്തിയ ഒരു ഗ്രൂപ്പ് വെച്ചുകൊണ്ട് GOMS 4/2026 ഈ അടുത്ത കാലത്ത് ഈ മാസം ഇറക്കിയ ഒരു GOയിൽ ആ GO പ്രകാരം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിനകത്ത് ആര് വേണോ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത്രയും വേഗമായിട്ടുള്ള GO ഇറക്കിയതിൽ തന്നെ നമുക്ക് ദുരൂഹതയുണ്ട്. തീർച്ചയായും നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ്? കാരണം മുഖ്യമന്ത്രിക്ക് ഇത് അറിവുള്ള കാര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇത് ചെയ്യത്തില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരോ ഇതിനകത്ത് ഇടപെട്ടു ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. അവിടെയുള്ള ഒരു ഇൻട്രസ്റ്റ് എന്താണ് അങ്ങ് സംശയിക്കുന്നത്? തീർച്ചയായും ഇതൊരു ഏജൻസി വിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഏജൻസിയിൽ ഇത് കൈമാറിയിട്ടുണ്ട്. അല്ല, ഗവൺമെന്റ് നിയമപ്രകാരം അറിയിക്കേണ്ടത് അവർക്ക് വേറെ വഴിയുണ്ടല്ലോ. ജിയോ പ്രകാരം അറിയിക്കാമല്ലോ. അത് അറിയിക്കുന്നത് ഇത്രയും കാലങ്ങളിൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷമായിട്ട് ഒരുപാട് DA പെൻഡിങ് ആയി, ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഇതിലൊന്നും തന്നെ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇത്ര രൂപ തരാനുണ്ട്, DA നിങ്ങൾക്ക് സമയബന്ധിതമായി തരും എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നില്ലല്ലോ. ഇപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ പേരിൽ വരിക എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് വന്നു എന്നുള്ള യാതൊരു ചിന്തയും ഞങ്ങൾക്കില്ല. ഇത് വേറൊരു ഏജൻസി ചെയ്ത് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് അതിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് എല്ലാം അറിവുള്ള ആളാണ്.